ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ കളക്ഷൻ ഓഫ് ഡാറ്റൻ്റെ കണ്ടിന്യൂഷനാണ് എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡാറ്റ എന്താണ്, ഡാറ്റൻ്റെ ഡിഫറെൻറ്റ് സോഴ്സസിനെ ബേസ് ചെയ്ത് നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, പിന്നെ അതെന്തൊക്കെയാണ്, ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണ്, പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ എന്നുള്ള രീതിയിലാണ് നമുക്ക് ഡാറ്റനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക. പ്രൈമറി ഡാറ്റയിൽ കളക്ട് ചെയ്യാനുള്ള മെയിനായിട്ടുള്ള 5 മെത്തേഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ ആണ്. സെക്കൻഡ് വൺ ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ. തേർഡ് വൺ ഷെഡ്യൂൾ സെൻഡ് ത്രൂ ഇനോമറേറ്റേഴ്സ്. ഫോർത്ത് വൺ മെയിൽഡ് ക്വസ്റ്റ്യനെയർ മെത്തേഡ്. ആൻഡ് ഫിഫ്ത്ത് വൺ ഇൻഫർമേഷൻ ത്രൂ കറസ്പോണ്ടൻസ്. പിന്നെ ഇതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, ക്വസ്റ്റ്യനെയർ എന്താ, ഷെഡ്യൂൾ എന്താണെന്ന്. എന്താണ് ക്വസ്റ്റ്യനെയർ എന്താണ് നമ്മൾ പറഞ്ഞിരുന്നു. ക്വസ്റ്റ്യനെയർ എന്ന് വെച്ചാൽ ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അത് നമ്മൾ ജനറലായിട്ട് മെയിൽ ചെയ്യുകയാണ് ചെയ്യുക. അതിനാണ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. ഷെഡ്യൂൾ എന്ന് വെച്ചാൽ എന്യൂമറേറ്റർ തന്നെയാണ് അത് ഫില്ല് ചെയ്യുക. അതാണ് ഷെഡ്യൂളും ക്വസ്റ്റ്യനെയറും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി നമുക്ക് വേറെ കമ്പാരിസൺ നോക്കി നോക്കാം, എങ്ങനെയൊക്കെ ക്വസ്റ്റ്യനെയറും ഷെഡ്യൂളും ഡിഫറെൻ്റ് ആണെന്നുള്ളത്. ഫസ്റ്റ് വൺ എന്താണ് പറയുന്നത്, ക്വസ്റ്റ്യനെയർ ചീപ്പർ മെത്തേഡ്. മെയിൽഡ് ക്വസ്റ്റ്യനെയർ ആണെങ്കിൽ ഏറ്റവും ചീപ്പർ മെത്തേഡാണ്, കാരണം ജസ്റ്റ് നമുക്ക് മെയിൽ ചെയ്താൽ മതി. ഷെഡ്യൂൾ ആകുമ്പോൾ ഇറ്റ് ഈസ് കോസ്റ്റ്ലി, പിന്നെ ഫീൽഡ് വർക്കേഴ്സ് വേണം. ഡയറക്റ്റ് എന്യൂമറേറ്റേഴ്സ് ഇൻഫോർമൻറ്റിൻ്റെ അടുത്ത് പോയിട്ടാണ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത്. പിന്നെ മെയിൽഡ് ക്വസ്റ്റ്യനെയറിൻ്റെ മെയിൻ ഡീമെറിറ്റ് എന്ന് പറയുന്നത് നോൺ റെസ്പോൺസ് കൂടുതലായിരിക്കും. മെയിൽ ചെയ്യായതുകൊണ്ട് അത് പോസിബിൾ അല്ല. ഷെഡ്യൂൾസിലാകുമ്പോൾ എന്യൂമറേറ്റേഴ്സ് ഡയറക്റ്റ് പോകുന്നതിനെ കൊണ്ട് എന്തായാലും റെസ്പോൺസ് കിട്ടും. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യാൻ ഷെഡ്യൂൾഡ് മെത്തേഡിലാണ് കുറച്ചും കൂടി എളുപ്പം. ഡയറക്റ്റ് പേഴ്സണൽ കോൺടാക്റ്റ് ആണ് അവിടെ ഉള്ളത്. ബട്ട് ക്വസ്റ്റ്യനെയറിലാകുമ്പോൾ പേഴ്സണൽ കോൺടാക്ട്സ് ഒന്നുമില്ല, ഭയങ്കര സ്ലോ മെത്തേഡായിരിക്കും. നമുക്ക് റിപ്ലൈ കിട്ടുമെന്ന് പോലും ഉറപ്പിക്കാൻ പറ്റില്ല. പിന്നെ ഇത് തമ്മിലുള്ള വേറെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ക്വസ്റ്റ്യനെയർ മെത്തേഡ് ആകുമ്പോൾ നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന ആൾക്കാർ എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം, പോരാത്തതിന് അവർ കോപ്പറേറ്റ് ചെയ്യണം, എന്നാലേ അത് കംപ്ലീറ്റ് ആവുള്ളൂ. ബട്ട് ഷെഡ്യൂൾ മെത്തേഡിലാകുമ്പോൾ ഇല്ലിറ്ററേറ്റ് ആൾക്കാർക്ക് പോലും അവരിൽ നിന്ന് പോലും നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഷെഡ്യൂൾ മെത്തേഡിൽ സാമ്പിൾ ഏരിയ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി വൈഡ് ആയിരിക്കും. പിന്നെ ക്വസ്റ്റ്യനെയറിലാകുമ്പോൾ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ക്വാളിറ്റി എന്ന് പറയുന്നത് തന്നെ ക്വസ്റ്റ്യനെയറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. പിന്നെ ഫിസിക്കൽ അപ്പിയറൻസ് ഓഫ് എ ക്വസ്റ്റ്യനെയർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിരിക്കണം, എന്നാലേ ഒരാൾക്ക് കണ്ടാണെങ്കിൽ അത് ആൻസർ ചെയ്യണം എന്നൊക്കെ തോന്നുള്ളൂ. പക്ഷേ ഷെഡ്യൂൾസിലാകുമ്പോൾ അതിൻ്റെ ഒന്നും കാര്യമില്ല, അതിനൊന്നും ഒരു ഇമ്പോർട്ടൻസും ഇല്ല. റെസ്പോണ്ടൻ്റാണ് ഡയറക്റ്റ് പോയിട്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ക്വസ്റ്റ്യനെയറും ഷെഡ്യൂളും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ പറഞ്ഞു. ഇതേപോലെ അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ക്വസ്റ്റ്യനെയറും ഷെഡ്യൂളൊക്കെ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ദർ ഷുഡ് ബി എ ഫ്യൂ ക്വസ്റ്റ്യൻസ് ആസ് പോസിബിൾ. ഒരു ക്വസ്റ്റ്യനെയറിൽ മിനിമം 20 ക്വസ്റ്റ്യൻസ് ഒക്കെ മതിയാവും. കൂടുതൽ ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ മാക്സിമം 20 ക്വസ്റ്റ്യൻസ് ഒക്കെ മതിയാവും. ക്വസ്റ്റ്യൻസ് കൂടുമ്പോൾ റെസ്പോണ്ടൻസിന് ഒരു മടുപ്പ് തോന്നും, അറ്റൻഡ് ചെയ്യാൻ തോന്നില്ല. പിന്നെ കറക്റ്റ് ഇൻഫർമേഷൻ ആയിരിക്കില്ല നമുക്ക് കിട്ടുക. അവർ സിമ്പിളായിട്ട് ഇങ്ങനെ സ്പീഡിൽ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും റെസ്പോണ്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫ്യൂ ക്വസ്റ്റ്യൻസിൽ ഒതുക്കണം നമ്മളെ ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. പിന്നെ കുറച്ചും കൂടി സിമ്പിളായിരിക്കണം, എല്ലാവർക്കും ഈസിയായി മനസ്സിലാവുന്ന ടൈപ്പായിരിക്കണം. പിന്നെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാവണം. കൂടുതൽ പോസിബിലിറ്റി അല്ലെങ്കിൽ കൂടുതൽ മീനിങ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അതിൽ ഇൻക്ലൂഡ് ചെയ്യരുത്. മാക്സിമം യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അതാണ് കുറച്ചും കൂടി പ്രിഫറബിൾ. പിന്നെ ഓരോ ക്വസ്റ്റ്യൻസും ഒരു ലോജിക്കൽ സീക്വൻസ് ഫോളോ ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, അൺനെസസറി ആയിട്ടുള്ള ക്യൂരിയോസിറ്റി ഒന്നും അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമില്ല. സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, നമുക്ക് വേണ്ടിയ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് മാത്രം ഇൻക്ലൂഡ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ് പ്രിഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അതല്ലാതെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാനുള്ളതൊക്കെ ആകുമ്പോൾ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഈ ക്വസ്റ്റ്യനെയർ ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കണം.
പിന്നെ ഈ ഒരു ക്വസ്റ്റ്യനെയർ നമ്മൾ ഡയറക്റ്റ് സാമ്പിളിംഗ് സർവേക്ക് കൊടുക്കാതെ അതിന് പകരം ഒരു പ്രീ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് പ്രീ ടെസ്റ്റ് കണ്ടക്ട് ചെയ്താൽ അതിലുള്ള പോരായ്മകൾ കണ്ടെത്താൻ പറ്റും, കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ പല ഉപകാരങ്ങളുണ്ട്. അപ്പോൾ പ്രീഷൻ ചെയ്യാനുള്ളതൊന്നും ആഡ് ചെയ്യരുത്. മാക്സിമം അട്രാക്റ്റീവ് ആക്കണം, സിമ്പിളാക്കണം, അട്രാക്റ്റീവ് ആക്കണം, ഈസി ആവണം. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യണം. പിന്നെന്താ നമ്മൾ പറഞ്ഞ ഇൻഫർമേഷൻസ്, സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് കിട്ടും വേണം. ഒരു ലോജിക്കൽ സീക്വൻസ് നമ്മൾ ഫോളോ ചെയ്യും വേണം. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ക്വസ്റ്റ്യനെയർ അല്ലെങ്കിൽ ഷെഡ്യൂൾ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നെക്സ്റ്റ് നമുക്ക് മെത്തേഡ്സ് ഓഫ് കളക്ടിങ് സെക്കൻഡറി ഡാറ്റയിലേക്ക് പോകാം. നമ്മൾ പറഞ്ഞു പ്രൈമറി ഡാറ്റയിൽ 5 മെത്തേഡ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സെക്കൻഡറി ഡാറ്റയിൽ 2 മെത്തേഡ്സ് ആണുള്ളത്. ഒന്ന് പബ്ലിഷ്ഡ് സോഴ്സസും രണ്ടാമത്തത് അൺപബ്ലിഷ്ഡ് സോഴ്സസുമാണ്. അപ്പോൾ എന്താണ് പബ്ലിഷ്ഡ് സോഴ്സസ് എന്ന് നോക്കാം. പബ്ലിഷ്ഡ് സോഴ്സസ് എന്ന് വെച്ചാൽ ഗവൺമെൻറ് പബ്ലിക്കേഷൻസ് ഓഫ് ഇൻഡിവിജ്വൽ റിസർച്ച് സ്കോളേഴ്സ്, പിന്നെ ന്യൂസ് പേപ്പേഴ്സ്, ജേർണൽസ്, publications of research institute, reports of trade associations, reports of commissions and committees, semi-official publication, internal publication. ഈ എല്ലാ കാര്യങ്ങളുമാണ് പബ്ലിഷ്ഡ് സോഴ്സിൽ ഇൻക്ലൂഡായി വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രൈമറി ഡാറ്റയിൽ ഡാറ്റ ഇൻവെസ്റ്റിഗേറ്റർ തന്നെ ഡയറക്റ്റായിട്ട് കളക്ട് ചെയ്തതാണ്. സെക്കൻഡറി ഡാറ്റ നമ്മൾ ആരെങ്കിലും പബ്ലിഷ് ചെയ്തത് സോഴ്സസിൽ നിന്നും നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡറി ഡാറ്റേൻ്റെ സോഴ്സസാണ് ഇത്, പബ്ലിഷ്ഡ് സോഴ്സസാണ് ഇത്. ഗവൺമെൻറ് അതോറിറ്റീസിൻ്റെ സോഴ്സസ് എടുക്കാം, പിന്നെ ഇൻ്റർനാഷണൽ റിപ്പോർട്ട്സ് എടുക്കാൻ പറ്റും, പിന്നെ റിസർച്ച് സ്കോളേഴ്സിൻ്റെ പബ്ലിക്കേഷൻസ് എടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എടുക്കാം, ഓരോ കമ്മിറ്റിയിലുള്ളത്. എല്ലാ കാര്യങ്ങളും ന്യൂസ് പേപ്പർ, ജേർണലിൽ വരെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെക്കൻഡറി സോഴ്സായിട്ട് എടുക്കാം എന്നാണ് പറയുന്നത്. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് അൺപബ്ലിഷ്ഡ് സോഴ്സാണ്. അൺപബ്ലിഷ്ഡ് സോഴ്സ് എന്ന് വെച്ചാൽ അൺപബ്ലിഷ്ഡ് ഡാറ്റ ഓഫ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ട്രേഡ് അസോസിയേഷൻസ്, ലേബർ ബ്യൂറോസ്, റിസർച്ച് സ്കോളേഴ്സ്, പബ്ലിഷ് ചെയ്യാത്ത സോഴ്സസ്, അതിൽ നിന്ന് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാം. പിന്നെ റെക്കോർഡ്സ് മെയിൻറ്റെയിൻഡ് ബൈ വേരിയസ് ഗവൺമെൻറ് ആൻഡ് പ്രൈവറ്റ് ഓഫീസേഴ്സ് ബൈ പ്രൊഡക്റ്റ് ഓഫ് administration, reports of commission and committees not made public also come under the category of unpublished sources. നമ്മൾ എന്താ പറയുക, ഏതൊക്കെയാണ് അൺപബ്ലിഷ്ഡ് സോഴ്സസിൽ വരുന്നതെന്നുള്ളതാണ് നമ്മൾ എന്താണ് ഇതിൽ പറഞ്ഞത്. റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡാറ്റാസ്, ട്രേഡ് അസോസിയേറ്റ്, റിസർച്ച് സ്കോളേഴ്സിൻ്റെ ഒക്കെ അൺപബ്ലിഷ്ഡ് ആയിട്ടുള്ള ഡാറ്റാസൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഗവൺമെൻറ് ആണെങ്കിലും പ്രൈവറ്റ് ഓഫീസൊക്കെ ആണെങ്കിലും അവിടെ കുറച്ച് റെക്കോർഡ്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. അത് അൺപബ്ലിഷ്ഡ് ആയിട്ടുള്ള കാറ്റഗറിയിലാണ് അത് വരുന്നത്. അപ്പോൾ സെക്കൻഡറി ഡാറ്റ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിന് സർട്ടൺ ഡീമെറിറ്റ്സ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മളെ ഒബ്ജക്റ്റീവ് നമ്മളെ സ്റ്റഡി എന്ന് പറയുന്നത് ആയിരിക്കില്ല, അതേ പേർപ്പസ് ആയിരിക്കില്ല നമ്മൾ യൂസ് ചെയ്യുന്ന സെക്കൻഡറി ഡാറ്റൻ്റെത്. അതൊരു മെയിൻ ഡീമെറിറ്റാണ്. പിന്നെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ അതിന് സർട്ടൺ പ്രൊസീജിയേഴ്സൊക്കെ ഫോളോ ചെയ്തിട്ടായിരിക്കും ഡാറ്റ കളക്ട് ചെയ്യുക. പക്ഷേ സെക്കൻഡറി ഡാറ്റ യൂസ് ചെയ്യുമ്പോൾ അത് പ്രോപ്പർ പ്രൊസീജിയർ അനുസരിച്ചിട്ടായിരിക്കില്ല കളക്ട് ചെയ്തത്. പിന്നെ സർട്ടൺ നമ്മളെ ഡാറ്റ ആകുമ്പോൾ നമ്മൾ കുറച്ചൊരു ഇത്ര പെർസെൻറ്റേജ് അക്യുറസി വേണമെന്നൊക്കെ നമ്മളെ മൈൻഡിലുണ്ടാവും. സെക്കൻഡറി ഡാറ്റ ആകുമ്പോൾ അതിലൊന്നും യാതൊരു ഉറപ്പുമില്ല. ആ സമയത്ത് ആ ഡാറ്റ കളക്ട് ചെയ്ത ആൾ എത്രയാണ് സ്റ്റാൻഡേർഡ് ഓഫ് അക്യുറസി ചൂസ് ചെയ്തതെന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് നമ്മളെ ഡാറ്റയ്ക്ക് സ്യൂട്ടബിൾ ആയിരിക്കില്ല, പ്രോപ്പർ പ്രൊസീജിയേഴ്സ് ഒന്നും ഫോളോ ചെയ്തൊന്നും വരില്ല. അങ്ങനെ കുറച്ച് ഡീമെറിറ്റ്സ് ഉണ്ട് സെക്കൻഡറി ഡാറ്റ ചൂസ് ചെയ്യുമ്പോൾ. ഡീമെറിറ്റ്സ് ഉള്ളതിനേക്കാളും കൂടുതൽ ബെനിഫിറ്റ്സ് ആണ് സെക്കൻഡറി ഡാറ്റയ്ക്കുള്ളത്. കാരണം എന്താ വെച്ചാൽ അത് കൂടുതൽ ഈസി ആയിരിക്കും ആക്സസ് ചെയ്യാൻ. നമുക്ക് ഗൂഗിളിലൊക്കെ നോക്കിയാലും അല്ലെങ്കിൽ പബ്ലിക്കേഷൻസൊക്കെ നോക്കിയാൽ വേഗം കിട്ടും. റിലേറ്റീവ്ലി ഇൻഎക്സ്പെൻസീവാണ്. നമ്മൾ തന്നെ പോയി ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ എന്തായാലും അത് കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും. ഇതൊക്കെ റെഡിലി അവൈലബിൾ ആണ്. അപ്പോൾ അത് ഇൻഎക്സ്പെൻസീവാണ്, നമുക്ക് ഈസി ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യാനും പറ്റും. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താ വെച്ചാൽ പ്രൈമറി ഡാറ്റനേക്കാളും കുറച്ചും കൂടി അക്യുറേറ്റ് ആയിരിക്കും. കാരണം ഇൻ്റർനാഷണൽ പബ്ലിക്കേഷൻ പിന്നെ ഗവൺമെൻറ് പബ്ലിക്കേഷനൊക്കെ നോക്കുമ്പോൾ എന്തായാലും കുറച്ചും കൂടി അക്യുറേറ്റ് ആയിരിക്കും. പിന്നെ സെക്കൻഡറി ഡാറ്റയിൽ നിന്നും കിട്ടാത്ത പ്രൈമറി ഡാറ്റയിൽ നിന്നും കിട്ടാത്ത ഇൻഫർമേഷൻസൊക്കെ നമുക്ക് സെക്കൻഡറി ഡാറ്റയിൽ നിന്നും മാത്രമേ കിട്ടുള്ളൂ. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഒരു കൺട്രീൻ്റെ പോപ്പുലേഷൻ എന്നുള്ളത്. അതിപ്പോൾ ഒരിക്കലും ഒരു ആൾക്ക് പോയിട്ട് പോപ്പുലേഷൻ എത്ര എന്നുള്ളത് കൗണ്ട് ചെയ്യാൻ കഴിയില്ല. അതൊക്കെ ഗവൺമെൻറ്റിൻ്റെ
വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക് ഡെമോഗ്രഫീൻ്റെ അണ്ടറിൽ മാത്രം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റയാണ് പോപ്പുലേഷൻ ഓഫ് എ കൺട്രി എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് എന്താ പറയാൻ പറ്റുക വെച്ചാൽ പ്രൈമറി ഡാറ്റയിൽ നിന്നും നമുക്ക് അറിയാൻ പറ്റാത്ത പല കാര്യങ്ങളും സെക്കൻഡറി ഡാറ്റയിൽ നിന്നും കിട്ടും. ഫോർ എക്സാമ്പിൾ കറക്റ്റ് ടെർമിനോളജി, ഡാറ്റ, കൺസെപ്റ്റ്, പിന്നെ ഒരു റിസർച്ച് നടത്തുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് സെക്കൻഡറി ഡാറ്റയിൽ നിന്നാണ് ലഭിക്കുക. അപ്പോൾ നമുക്ക് ഇന്നെടുത്ത ക്ലാസ് ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത് ക്വസ്റ്റ്യനെയറും ഷെഡ്യൂളും തമ്മിലുള്ള ഡിഫറൻസ് ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായത്? ഷെഡ്യൂൾസ് ആണെങ്കിൽ കുറച്ചും കൂടിയും ഈസി ആയിരിക്കും. ഇല്ലിറ്ററേറ്റ് ആൾക്കാരിൽ നിന്ന് പോയി നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് പേഴ്സണൽ കോണ്ടാക്റ്റ് ഉള്ളതുകൊണ്ട് ക്വസ്റ്റ്യൻസൊക്കെ അപ്പോൾക്കപ്പം ക്ലാരിഫൈ ചെയ്തിട്ട് ഇൻഫർമേഷൻസ് കിട്ടും. ബട്ട് ഡിമെറിറ്റ് എന്ന് പറയുന്നത് കോസ്റ്റ്ലി ആണ്. ഫീൽഡ് വർക്കേഴ്സിൻ്റെ ഒക്കെ ആവശ്യം ഉണ്ടാവും. ഷെഡ്യൂൾസിൻ്റെ മെയിൻ ഡിമെറിറ്റ്സ് പറയുന്നത് ഇത് കുറച്ചും കൂടി കോസ്റ്റ്ലി ആണെന്നുള്ളതാണ്. പിന്നെ ക്വസ്റ്റ്യൻ എയറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെച്ചാൽ കുറച്ചും കൂടി ചീപ്പർ മെത്തേഡാണ്. റെസ്പോൺസ് എന്ന് പറയുന്നത് നോൺ റെസ്പോൺസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഹൈ ആയിരിക്കും. പിന്നെ ഭയങ്കര സ്ലോ ആയിട്ടുള്ള മെത്തേഡാണ്. അതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പിന്നെ നമ്മൾ മെയിനായിട്ട് പറഞ്ഞത് ഒരു ക്വസ്റ്റ്യൻ എയർ അല്ലെങ്കിൽ ഷെഡ്യൂൾ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പോയിൻറ്റ്സ് ആണ്. ആ പോയിൻറ്റ്സ് എന്തൊക്കെയാണ്? ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് സിമ്പിളായിരിക്കണം, ഈസി ആയിരിക്കണം. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഓരോ ക്വസ്റ്റ്യൻസും ഒരു ലോജിക്കൽ സീക്വൻസിലാകുമ്പോൾ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിരിക്കും. അത് ഇൻഫർമേഷൻ തരുന്ന ആൾക്കും കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ ബയാസ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ അധികം ക്യൂരിയോസിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ഒന്നും കൊടുക്കാതെ സ്പെസിഫിക് ഇൻഫർമേഷൻ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് മാത്രം ഇൻക്ലൂഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു ക്വസ്റ്റ്യൻ എയർ എന്ന് പറയുന്ന ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം, എന്നാലേ നമ്മളെ സ്റ്റഡിക്ക് കുറച്ചും കൂടി ബെനിഫിഷ്യൽ ആവുള്ളൂ. പിന്നെ ക്വസ്റ്റ്യൻ എയർസ് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയ രീതിയിൽ വേണം ക്രിയേറ്റ് ചെയ്യാൻ. പിന്നെ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇൻഫോർമേറ്റീവ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് നോട്ടാക്കിയിട്ട് അത് കൊടുക്കണം. പിന്നെ ഈ ക്വസ്റ്റ്യൻ എയർ ഷെഡ്യൂൾസൊക്കെ മെയിൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ ഇടയിൽ പ്രീ ടെസ്റ്റ് നടത്തണം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഡ്രോബാക്സ് ഉണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഇൻഫർമേഷൻ ആഡ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ പ്രീ ടെസ്റ്റിംഗ് എന്തായാലും നടത്തണം. പിന്നെ കാൽക്കുലേഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യണം. ഇതൊക്കെ ആയിരുന്നു നമ്മൾ ഒരു ക്വസ്റ്റ്യനെ അല്ലെങ്കിൽ ഷെഡ്യൂൾ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിട്ട് പറഞ്ഞത്. പിന്നെ നമ്മൾ സെക്കൻഡറി ഡാറ്റയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. സെക്കൻഡറി ഡാറ്റ വെച്ചാൽ വേറെ ആരോ കളക്ട് ചെയ്ത ഡാറ്റ നമ്മളെ സ്റ്റഡി പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. സെക്കൻഡറി ഡാറ്റൻ്റെ രണ്ട് സോഴ്സസ് എന്ന് പറയുന്നത് പബ്ലിഷ്ഡ് സോഴ്സസും അൺപബ്ലിഷ്ഡ് സോഴ്സസും ആണ്. പബ്ലിഷ്ഡ് സോഴ്സസിൽ വരുന്നതാണ് ഇൻ്റർനാഷണൽ പബ്ലിക്കേഷൻസ്, ഗവൺമെൻറ് പബ്ലിക്കേഷൻ, പിന്നെ സെമി ഒഫീഷ്യൽ പബ്ലിക്കേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഡിവിജ്വൽ റിസർച്ച് സ്കോളേഴ്സിൻ്റെ പബ്ലിക്കേഷൻ അല്ലെങ്കിൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പബ്ലിക്കേഷൻ, ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ്, ജേർണൽസ്, എല്ലാ കാര്യങ്ങളും പബ്ലിഷ്ഡ് സോഴ്സസിലാണ് വരുന്നത്. അൺപബ്ലിഷ്ഡ് സോഴ്സസിൽ നമുക്ക് അൺപബ്ലിഷ്ഡ് ആയിട്ടുള്ള ഡാറ്റാസ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അല്ലെങ്കിൽ റിസർച്ച് സ്കോളേഴ്സിൻ്റെ ഒക്കെ അൺപബ്ലിഷ്ഡ് ഡാറ്റയാണ് അൺപബ്ലിഷ്ഡ് സോഴ്സസിൽ വരുന്നത്. അതിൻ്റെ മെയിൻ ഡിമെറിറ്റ്സ് എന്ന് പറയുന്നത് സെക്കൻഡറി ഡാറ്റൻ്റെ മെയിൻ ഡിമെറിറ്റ്സ് എന്ന് പറയുന്നത് പ്രസൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ്റെ പർപ്പസിനായിട്ട് അത് സ്യൂട്ട് ആവുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പറയാൻ പറ്റില്ല. പിന്നെ പ്രോപ്പർ പ്രൊസീജിയറിലാണോ ഡാറ്റ കളക്ട് ചെയ്തതെന്നുള്ളത് അത് ഷുവറായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഒരു സ്റ്റഡിക്ക് നമ്മൾ ഫിക്സ് ചെയ്ത ഒരു സ്റ്റാൻഡേർഡ് ഓഫ് അക്യുറൻസിക്ക് അത് മാച്ചിങ് ആണോ എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഡിമെറിറ്റ്സിനേക്കാളും കൂടുതലായിട്ട് സെക്കൻഡറി ഡാറ്റയ്ക്ക് ബെനിഫിറ്റ്സ് ആണുള്ളത്. അതിൻ്റെ ഫസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈസി ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, ക്വിക്ക്ലി നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും, ഭയങ്കര ഇൻഎക്സ്പെൻസീവാണ്. പ്രൈമറി ഡാറ്റനേക്കാളും ചില സമയം ഭയങ്കര എക്യുറേറ്റ് ആയിട്ടുണ്ടാവുക സെക്കൻഡറി ഡാറ്റയാണ്. പിന്നെ ചില ഇൻഫർമേഷൻസ് ഒക്കെ എന്ന് പറയുന്നത് സെക്കൻഡറി ഡാറ്റയിൽ നിന്ന് മാത്രമാണ് നമുക്ക് ലഭിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞു certain കൺസെപ്റ്റ്, ഡാറ്റ, ടെർമിനോളജി ഒക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു റിസർച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റുക
സെക്കൻഡറി ഡാറ്റ യൂസ് ചെയ്യുമ്പോഴാണ്. പിന്നെ എന്തെങ്കിലും കുറവുകൾ നമ്മൾ സെക്കൻഡറി ഡാറ്റയിൽ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അഥവാ പ്രൈമറി സോഴ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനത്തെ കുറവുകളൊക്കെ റെഡി ആക്കിയിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് ആണ് സെക്കൻഡറി ഡാറ്റയ്ക്കുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിൽ അപ്പോൾ നമുക്ക് പോപ്പുലേഷൻ്റെ കൺസെപ്റ്റ്, സാമ്പിളിൻ്റെ കൺസെപ്റ്റ്, പിന്നെ എന്താണ് പോപ്പുലേഷനിൽ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ ഉള്ളത്, അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.